ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോൺ വെച്ച് ഒരു സൂപ്പാണ് കേട്ടോ. ഇതെല്ലാവർക്കും സുപരിചിതമാണ്. എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം. ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹെൽത്തിയാണ് ഈ കോണ്. ഞാനിത് ഫ്രഷായിട്ട് ഒരു കോൺ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ആ പുറത്തുള്ള സ്കിന്നൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം, അതിൻ്റെ ആ തോലൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഞാൻ നല്ലോണം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് കുക്കറിലിട്ട് ഞാനത് വേവിച്ചെടുക്കാൻ പോവുകയാണത്. അത് ഞാൻ ആ തീരെ ചെറിയ കുക്കറാണേ, അതുകൊണ്ട് ഞാനത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട്, ശകലം വെള്ളം മതിയിട്ട്, അധികം വെള്ളമൊന്നും വേണ്ട, ഒരു ശകലം വെള്ളം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഞാൻ വെച്ച് ചെറിയ കുക്കറാട്ടോ, അതിലേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അത് മുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അത് വേവിച്ചെടുക്കല കുക്കറിൽ. അതുകൊണ്ട് ഒരു ശകലം ഉപ്പിട്ടിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ. അത് വേഗം തന്നെയാകും. അത് മുങ്ങിക്കിടക്കത്തെ വെള്ളത്തിനൊന്നും അതിൻ്റെ അത്രയൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് വെള്ളം മതി. അത് നമുക്ക് വേഗം വെന്ത് കിട്ടും. ഒരു 3 വിസിൽ മതി. അത് കഴിഞ്ഞ ശേഷം ഞാനിതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനത് വേവിച്ച് കഴിഞ്ഞ് ഞാൻ അതിൻ്റെയൊക്കെ ആ ചെറുതായിട്ടുള്ള അതൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. കോണിൻ്റെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ അതൊക്കെ തനിയായിട്ട് എടുത്ത് വെച്ച് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും ഞാനത് അരിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു അടുപ്പിൽ ഒരു പാൻ വെച്ച് കഴിഞ്ഞ ശേഷം അത് ചൂടായി കഴിഞ്ഞ ശേഷം കുറച്ച് എണ്ണയാട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് ബട്ടർ ഇട്ടുണ്ടാക്കാം. ബട്ടർ ഇട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ബട്ടർ ഇട്ടില്ല, കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ലോണം ചേർത്തായി എണ്ണയിൽ നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്പ്രിങ് ഓണിയനില്ലേ, അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്പ്രിങ് ഓണിയൻ. അതിൻ്റെ കുറച്ചെടുത്ത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ആ ബീൻസ് കുട്ടി കുട്ടിയായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന, തീരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബീൻസും പിന്നെ ക്യാരറ്റും തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 നിമിഷം നന്നായിട്ട് ഞാനങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം അങ്ങ് അത് ഇളക്കി കുറച്ച് ഒരു ഹാഫ് കുക്കാകുന്നവരെ ഞാനങ്ങ് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ആ ഒരു 1/4 കപ്പ് ബോയിൽഡ് കോണാട്ടോ അതൊരു 1/4 കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് അതും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം ഞാനത് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 3 നിമിഷമെങ്കിലും നമ്മളത് കുക്ക് ചെയ്തെടുക്കണം, നല്ലോണം ഇളക്കി. അതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ നല്ലോണം അങ്ങും കുക്ക് ചെയ്തെടുത്താൽ മതി, ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഹാഫ് കുക്ക് തന്നെ മതി, അത്ര മതി. പിന്നെ നമ്മളത് വെള്ളം ഒഴിച്ച് വേവിക്കാനുള്ളതാണ്. അവിടെ വെന്തിട്ടിരിക്കുന്ന സമയം കൊണ്ട് പിന്നെ ഞാനൊരു 1/4 കപ്പ് കോൺ വേറെ കോൺ കുറച്ച് 1/4 കപ്പ് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് നല്ലോണം ഒന്നും പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ നല്ലോണം അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല സൂപ്പിന് നല്ലോണം തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺ നല്ലോണം അരച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ അങ്ങ് ആഡ് ചെയ്യണം. പാനിലേക്കുള്ള കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വെജിലേക്ക് ഞാൻ തന്നെ ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കഴുകിയ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് നല്ലോണം ഞാൻ ഇളക്കി ഒരു 2 നിമിഷം നല്ലോണം ഇളക്കി നമ്മളത് വേവിക്കണം കേട്ടോ നല്ലോണം. അത് കഴിഞ്ഞ ശേഷമാണ്, ഒരു 2 നിമിഷം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഒരു 3 കപ്പ് വെള്ളം അതിലേക്ക് ഞാൻ ആഡ് ചെയ്തത്. മറ്റേ നമ്മുടെ പച്ചക്കറികളെല്ലാം ഞാൻ 1/4 കപ്പാണ് ഞാൻ എടുത്തിരുന്നത്.
അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ടു. എന്നാൽ കുറച്ചേ ഇട്ടുള്ളൂ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ. ഇപ്പോൾ ഇത് പെപ്പറാട്ടോ ഞാൻ ഇടുന്നത്. എൻ്റെ കയ്യിൽ പെപ്പർ പൗഡർ ഉള്ളതാണ് ഞാൻ ഇട്ടത്. ആക്ച്വലി നമ്മൾ പെപ്പർ ഒന്ന് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഇടുകയാണ്, ഒന്ന് തീരെ പൊടിക്കാതെ ക്രഷ് ചെയ്തിട്ട് ഇടുകയാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ പൊടിയുള്ളതുകൊണ്ട് ഞാൻ ആ പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. ഒരു 1 ടീസ്പൂണേ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ എരിവ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ അത് നല്ലോണം അവിടെ തിളക്കുക കേട്ടോ. ആ സമയം കൊണ്ട് ഞാനൊരു കോൺഫ്ലവർ 1 ടീസ്പൂൺ കേട്ടോ, അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലോണം ഞാനത് ഇളക്കി, കട്ടയില്ലാതെ ഞാനത് ഇളക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം അവിടെ വെന്തുകൊണ്ടിരിക്കുന്നില്ലേ, അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഞാനിത് ആഡ് ചെയ്തു. കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്തത്. അരച്ച പേസ്റ്റും ഇട്ടിട്ടുണ്ട്, കുറച്ച് കോൺഫ്ലവറും വെള്ളത്തിൽ കലക്കി അതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് അത് അങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം. സ്റ്റൗ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഒരു 10 നിമിഷം അങ്ങനെ ഇരുന്നങ്ങ് അത് വേകട്ടെ നല്ലോണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ഒന്ന് ഒഴിച്ചു കൊടുത്തു, ശകലം പുളി കിട്ടാൻ വേണ്ടിയിട്ട്. വിനീഗർ തന്നെ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചാലും മതി അതിൻ്റെ അകത്തേക്ക്. ഒരു 10 നിമിഷം നമ്മളത് കുക്ക് ചെയ്യണം കേട്ടോ നല്ലോണം. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വന്ന് നല്ല തിക്കായിട്ട് വരും. നമ്മുടെ ഈ സൂപ്പ് ഈ വെള്ളവും എല്ലാം കൂടെ ചേർന്ന് നല്ലോണം തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് കുക്കായി കഴിഞ്ഞ ശേഷമാണ് ഞാനത് ഇറക്കുന്നത്. പിന്നെ അതിപ്പോൾ ബാലൻസ് വന്ന സ്പ്രിംഗ് ഓണിയൻ ഞാൻ അതിലേക്ക് സ്പ്രെഡ് ചെയ്താണ്. സ്പ്രിംഗ് ഓണിയൻ ഈ സമയത്ത് നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയ പീസ് ബട്ടർ ഇടാം. ഇന്ന് ഞാൻ ഇട്ടില്ല. പിന്നെ ഇതിൻ്റെ എരിവും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. അപ്പം ഞാനതൊന്ന് ചെക്ക് ചെയ്തു, കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് അതങ്ങനെ ഇപ്പം നല്ലോണം വെന്തു. ഒരു 10 നിമിഷം നല്ലോണം വെന്തു, നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൺസിസ്റ്റൻസി ആണ്. ഇത് കണ്ടില്ലേ അതിൻ്റെ പരുവം. ഞാനത് വേറെ പാത്രത്തിലേക്ക് അത് മാറ്റുക കേട്ടോ. ഈ ഒരു തിക്നെസ് മതി. ഇതിൽ കൂടുതൽ തിക്നെസ് ആവണ്ട, പേസ്റ്റ് പോലെയാവും. അതുകൊണ്ട് ഇത്രയും മതി സൂപ്പിന്. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മളത് ഇറക്കി ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ സൂപ്പ് കുടിക്കുകയാണ് നല്ലത്. ഞാൻ വേറെ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, ഇത്രയും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇന്ന് ഞാൻ മല്ലിയില ഇട്ടില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനിയും വേണമെങ്കിൽ കുറച്ചും കൂടെ സ്പ്രിംഗ് ഓണിയൻ അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് കൂടെ കഴിക്കാം. ഇപ്പം ഞാനിപ്പോൾ അവസാനം കഴിക്കാൻ എടുക്കുന്ന ടേസ്റ്റ് നോക്കാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കുറവല്ലേ, അവിടെ കുറച്ച് ഉപ്പും കുറച്ച് എരിവും അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആവശ്യാനുസരണം നമുക്കത് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് നമുക്ക് ആ സൂപ്പ് ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. നമ്മുടെ കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. Thank you viewers. Thank you for watching my video.